ഹലോ ഗൈസ്, ഇന്നൊരു ബിരിയാണി റെസിപ്പി ആയാലോ. ആദ്യം തന്നെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് തേച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും. പിന്നെ ചിക്കനിൽ നന്നായി മസാല പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയിക്കോട്ടെ, ബിരിയാണി പോട്ട് ആയിക്കോട്ടെ, ഏതാച്ചാൽ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ ഉള്ളി വഴറ്റുക, സ്പൈസസ് ഇടുക. എന്നിട്ട് ഉള്ളി നന്നായി വാടിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളകും പൊടി ഇടുക കേട്ടോ. പിന്നെ നമ്മൾ മുളക് അരച്ചിട്ട് നമ്മൾ ചതവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ മുളക് അരച്ചതുണ്ടെങ്കിൽ അധികം പിന്നെ മുളക് പൊടി ഇടണ്ട, ചിക്കൻ മസാല കുറച്ച് അധികം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് തൈര്, പിന്നെ ചിക്കനും ഇടുക, തൈരിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എക്സ്ട്രാ വെള്ളമോ കാര്യമോ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ബസ്മതി റൈസ് വേവിച്ച് ഊറ്റി വെച്ചു. പിന്നെ അതിലേക്ക് എന്താ പറയുക, ഞാൻ എങ്ങനെയാ വെച്ചാൽ ദമ്മിടുക വെച്ചാൽ ഞാൻ ആദ്യം കുറച്ച് റൈസ് ഇടും, പിന്നെ ഇത് ചിക്കൻ്റെ മസാല കുറച്ചിടും, പിന്നെ അടുത്ത ലെയറിൽ കുറച്ച് നമ്മൾ വറുത്ത് വെച്ച ഓണിയനിടും, പിന്നെ നെയ്യ് ഒഴിക്കും. ഈ പ്രോസസ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇടും കേട്ടോ. ചോറിടുക, മസാല ഇടുക, പിന്നെ ഫൈനലായിട്ട് കുറച്ചും കൂടി നെയ്യും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ മേലെ ഒഴിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് ഗരം മസാലപ്പൊടി അപ്പോൾ നമ്മുടെ ചോറിന് കുറച്ചും കൂടി ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ദമ്മിട്ട് സെറ്റാക്കി. ഈ ദമ്മിട്ടത് പൊട്ടിക്കുന്ന പ്രോസസ്സിങ്ങാണല്ലോ ഏറ്റവും സന്തോഷം. പൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. പിന്നെ അതിൻ്റെ ഉപരി ഇവർ മറ്റുള്ളവർ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം റിസ്ക് എടുത്തതൊക്കെ നമ്മൾ മറന്നു പോകില്ലേ. ഈ ഫുഡ് ഒരാളുടെ വിശപ്പ് മാറ്റുക പറഞ്ഞാൽ അതിലും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിലും വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.